നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അച്ഛനെ വിളിച്ചു പറ എല്ലാവർക്കും ഇവിടെ താമസിക്കാന്ന്. അല്ലേ? അച്ഛനോടും അച്ഛമ്മയോടും എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറ. ആന്റിക്കറിയോ അവിടെ എന്ത് ചൂടാന്ന്? അയ്യോ, ഫാൻ ഇടാതെ ഉറങ്ങാൻ പറ്റില്ല. ആ കേടായ ഫാനിന്റെ ഒച്ച കേട്ട് കേട്ട് മടുത്ത്. സത്യം പറയാലോ, ഇപ്പൊ ആ ഫാനിന്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ലെന്നായി. എന്നാ അമ്മ അച്ഛനോട് പറയ് ആ ഫാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നീ കളിയാക്കണ്ട കേട്ടോ. 2 ദിവസം കഴിഞ്ഞ ആ ഫാനിന്റെ ചോട്ടിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. അല്ലാതെ നീ പറയുന്ന പോലെ എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല. ആദ്രേന്റി പ്ലീസ് എന്നെ അതൊന്ന് ഓർമ്മിപ്പിച്ച എന്നെ മൂഡ് കളയല്ലേ. സ്നേഹാന്റിയുടെ ഒപ്പം നെല്ലിശ്ശേരിയിലേക്ക് പോയാലെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിനെന്താ ഇത്ര ആലോചിക്കണ്ടേ? അവനുമൊക്കെ എപ്പോ വേണേലും വരാലോ, അവിടെ നിന്ന് പഠിക്കാം. ഞാൻ പോട്ടമ്മേ. അതൊന്നും എന്നോടല്ല, നിന്റെ അച്ഛനോട് പോയി ചോദിക്കും. അച്ഛൻ സമ്മതിച്ച നീ എവിടെ വേണേലും പൊയ്ക്കോ. സ്നേഹാന്റി, അപ്പൊ അത് ക്യാൻസൽ. അതൊരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ആവണി മോളില്ലാതെ വൃന്ദാവനം വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മുറിയിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് എടുത്താൽ തലക്കിട്ട് കൊട്ടാനല്ലേ? എനിക്കറിയാം. മോക്ക് എത്ര ലിപ്സ്റ്റിക് വേണം? ആനിയുടെ കയ്യിലുണ്ടല്ലോ. സത്യം? അതെ. അയ്യോ, ഇപ്പൊ വേണോ? വേണേല് ആന്റിയുടെ കൂടെ വാ. അമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. ഇനി അതും അച്ഛനോട് ചോദിക്കണോ? നീ പോയിട്ട് വാ, വേഗം ഇങ്ങോട്ട് വന്നാ മതി. ആന്റി വാ. നീ ഇപ്പൊ കുളിക്കുന്നില്ലേ? ഏടത്തെ ആദ്യം കുളിക്കേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ സന്ദീപിന്റെ പുറകെ ഞാൻ നടക്കണം, ആദ്യം അവന്റെ പുറകെ നടക്കുന്നുണ്ടോന്ന് നോക്കണം. വല്ലാത്ത തൊലവില് തന്നെ. നീ എത്രയൊക്കെ നോക്കി നടന്നാലും അവര് തമ്മിൽ കാണണമെന്ന് വെച്ചാ കാണും. അതിനി നിന്നെ കൊണ്ട് തടയാനൊന്നും ആവില്ല. അതുകൊണ്ട് അവരവരുടെ വഴിക്ക് വിട്ടേരെ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ആലോചിക്കും. അങ്ങനെ അവരെ അവരുടെ വഴിക്ക് വിടാൻ പറ്റുമോ ചേച്ചി? എടി, ഇന്നൊരു രാത്രി കൂടിയേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. നാളെ ഈ സമയത്ത് നമ്മളെല്ലാരും നെല്ലിശ്ശേരി വീട്ടില അകാലത്തിൽ പൊലിഞ്ഞുപോയ അർച്ചനയുടെ ശവശരീരത്തിനടുത്ത്. അവളൊഴിവായ പിന്നെ ആതിരയില്ല, വൃന്ദാവനം വീടുമില്ല. ആതിരയുടെ കയ്യിൽ നിന്ന് സ്നേഹത്തോടെ ഒരിക്കലും സന്ദീപിനെ കിട്ടില്ല. അപ്പോ കിട്ടാത്ത കാരണം എന്താണോ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അതിനാ നമ്മൾ ഇവിടേക്ക് വന്നതും നാളെ ചെയ്യാൻ പോകുന്നതും. ഈ ഒരു സ്ഥലത്ത് ചേച്ചി തീരുമാനിച്ചതൊക്കെ നടക്കും. ഇതുപോലൊരു വീട്ടില് അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും? ഈ ഒരു സ്ഥലത്ത് ചേച്ചി തീരുമാനിച്ചതൊക്കെ നടക്കും. ഇതുപോലൊരു വീട്ടില് അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും? നെല്ലിശ്ശേരിയേക്കാൾ എളുപ്പം ഇവിടെ. ഈ വീട്ടിലേക്ക് ഇനി ഒരിക്കലും ആരും വരരുത്. അർച്ചനയുടെ മരണത്തോടെ ഇതൊരു ശാപം നിറഞ്ഞ വീടാണെന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കണം. അവസാനം സേതുമാധവൻ ഈ വീട് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കണം. അതെന്റെ ബിനാമിയായ ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കണം. നമുക്ക് എന്തിനാ ചേച്ചി ഈ വീട്, അതും ഇത്രയും ദൂരെ? എല്ലാത്തിനെയും കൊന്ന് നെല്ലിശ്ശേരി ഇടിച്ചു പൊളിച്ച് സ്വത്ത് മുഴുവൻ കൈക്കലാക്കി ഇവിടെ വന്ന് താമസിക്കണം. അർച്ചന എന്ന് പറയുന്നവൾ അവസാനം ഉറക്കമുറങ്ങുന്ന ആ മുറിയിൽ നിന്ന് എനിക്ക് ഉറക്ക ചിരിക്കണം. അതിവിടെ വന്നു കയറിയപ്പോ മുതൽ എന്റെ മനസ്സിൽ തോന്നിയൊരു മോഹം. അവളെ എങ്ങനെ തീർക്കാമെന്ന് ചേച്ചി ഉദ്ദേശിക്കുന്നത്? തീർക്കുന്നത് ഞാനല്ല, എന്റെ ആൾക്കാർ. അത്ര പെട്ടെന്ന് കൊല്ലരുതെന്നും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൾക്ക് ഈ ആയുസെത്താത്ത മരണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ അവന്തികയാണെന്ന് അവളെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതറിയുമ്പോ മരണക്കിടക്കയിൽ കിടന്ന് അവൾ ഞെട്ടുന്നത് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ പോട്ടെ. സത്യം പറഞ്ഞ അർച്ചനെ വകവരുത്താൻ ദാ എന്റെ ഈ കൈ മതി. അവളുടെ കൊരവള്ളിയിലൊന്ന് അമർത്തിയ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് വേണ്ട. എനിക്ക് കൊല്ലാനുള്ള ആളുകൾ വേറെയാ. നെല്ലിശ്ശേരി സേതുമാധവൻ മുതൽ സ്നേഹ വരെ നീളുന്ന വലിയൊരു പട്ടികയുണ്ട് മനസ്സിൽ. അർച്ചന പുറത്തുനിന്നുള്ളവളാ, ദയാനന്ദ മാഷിന്റെ മോള. ആ ചോര എന്റെ കയ്യിൽ പുരളണ്ട.
സേതുമാധവൻ മുതൽ സ്നേഹ വരെയെന്ന് പറയുമ്പോ അതില് സന്ദീപം വരില്ലേ? വരാം, വരാതിരിക്കാം. അതവന്റെ വിധി പോലെ. നിന്നോട് അപ്പോഴും ഇതേ മനോഭാവമാണ് അവനെങ്കിൽ പിന്നെ എന്തിനാ അവൻ? കൺമുന്നിലുള്ളതിനോട് നമുക്കെപ്പോഴും ഇഷ്ടം തോന്നും, വേണം തോന്നും. കാണും തോറും ആ ഇഷ്ടം കൂടിക്കൂടി വരും. നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞ ഒരാളെ നമുക്ക് മറക്കാൻ അധികം സമയമൊന്നും വേണ്ട. കുറച്ചു ദിവസം ആ ഓർമ്മകളിൽ ജീവിക്കും. അത് കഴിഞ്ഞാൽ അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും. അപ്പോ ഞാൻ തടഞ്ഞാലും സന്ദീപിനെ ചേച്ചി കൊല്ലും, ഉറപ്പായും കൊല്ലും. അതിനെ തടയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അവൻ നിന്റെ കഴുത്ത് കെട്ടുന്ന താലിമാല. ഞാൻ വാളെടുക്കുന്നതിന് മുമ്പേ അത് നടന്നില്ലെങ്കിൽ ആര് തടഞ്ഞാലും അത് സംഭവിക്കും. ഇനി അവൻ നിന്നെ വിവാഹം കഴിച്ച നിന്റെ നെറ്റിയിലെ സിന്ദൂരം ചേച്ചി കാരണമായില്ല. അതാണ് വാക്ക്. അവിടുത്തെ മറ്റൊരുത്തരോടും ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സേതുമാധവനോട് പ്രത്യേകിച്ചു. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ കൊല സേതുമാധവന്റെ. അതിനു മുമ്പേ അല്ല, മോളെന്താ ഇവിടെ? ഞാൻ വെറുതെ മോളെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനൊരു സിനിമയുടെ കഥ പറഞ്ഞു വരികയായിരുന്നു. ഏത് സിനിമ? കിരീടം. അതില് സേതുമാധവനെ കൊന്നില്ലേ? ആ കഥ എനിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അതിന് സേതുമാധവനെ കൊല്ലുന്നത് കിരീടത്തിലല്ലോ, ചെങ്കോലിലല്ലേ? ഓ ശരിയാണല്ലോ, പെട്ടെന്നേ അത് ഓർത്തില്ല. അത് ചെങ്കോല്ല കേട്ടോ, എനക്ക് കിരീടത്തിലല്ല. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവധികേന്റെ ശബ്ദം കേട്ടിട്ട്. ഓഹോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളുടെ മുറി കയറി വരുമ്പോ വിളിച്ചിട്ട് വരാവൂന്ന്? അനക്കേ, നീ എന്തിനാ ആവണി മോളെ വഴക്ക് പറയുന്നേ? മോള് പൊയ്ക്കോ. നീ നിന്നേ. നിന്റെ തള്ള എവിടെ? ആര്? തള്ളയോ? നിന്റെ അമ്മ എവിടെയെന്ന്? മുറിയിലുണ്ട്. നിന്നെ ഞാൻ കൊണ്ടുവന്ന് വിടാം. നിന്നെ അവിടെ അടക്കിയിരുത്താൻ കൂടി എനിക്ക് അവരോട് പറയണം. നടക്ക്, നടക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.